हरे कृष्णा सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേശൻ की जय। ഓം ശ്രീ മാത്രേ നമഃ। ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. आमच्या लाईफ मध्ये सुद्धा अशी ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. ഹരേ കൃഷ്ണ. നമ്മുടെ ഗ്രൂപ്പിൽ വന്നോ? ലിങ്ക് വന്നോ? ഇന്നലെ നമ്മൾ ലാസ്റ്റ് ഏതാണ് ശ്ലോകം എടുത്തത്? ഓർമ്മയുണ്ടോ? ലാസ്റ്റത്തെ ശ്ലോകം ഏതായിരുന്നു? ആരെങ്കിലും പറയൂ. അപ്പൊ ഞാൻ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ലാസ്റ്റ് ശ്ലോകം ഏതാണ്? ഓർമ്മയില്ല? ഏതാ ലാസ്റ്റത്തെ ശ്ലോകം ഇന്നലെ എടുത്തത്? 5, 6 അല്ലേ? അല്ലേ എടുത്തത്? നമ്മൾ 5, 6 ആണോ എടുത്തത്? 4, 5 ആണോ എടുത്തത്? 4, 5 കഴിഞ്ഞു. 6 എടുത്തിരുന്നോ? 6ാമത്തെ ശ്ലോകം എടുത്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അത് ആൻസർ சொன்ன കുഴந்தைங்க ഏതായിരുന്നു? 9, 4ാമത്തെ ശ്ലോകം. 4ഉം 5ഉം എടുത്തു. ഇനി 6 അല്ലേ എടുക്കേണ്ടത്? രുക്മ മാതാജി, ഞാൻ വിളിക്കാം കേട്ടോ. എനിക്ക് കുട്ടികളുടെ ക്ലാസ് ഉണ്ടായിരുന്നു, അതാ വിളിക്കാൻ പറ്റാതിരുന്നത്. ഇനി 6ാമത്തെ ശ്ലോകമാണോ എടുക്കേണ്ടത്? ഞാൻ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ശ്ലോകം പറയാം, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവുമെങ്കിൽ, അത് കേട്ടിട്ടുണ്ടെന്നാണെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അടുത്തയിലേക്ക് പോവാട്ടോ. അപ്പൊ നമ്മൾ അധ്യായം 10 9 അധ്യായം 10 എടുത്തുകൊണ്ടിരിക്കുന്നത്, വിഭൂതി യോഗം അധ്യായം. ഇനി 7 ആണോ എടുക്കേണ്ടത് മാതാജി? 6 എടുത്തിട്ടുണ്ടോ? ഇല്ല 6 എടുത്തിട്ടില്ല മാതാജി. ഇനി നമ്മൾ അധ്യായം 10 6ാമത്തെ ശ്ലോകം എടുക്കാൻ പോകുന്നു കേട്ടോ. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. മഹർഷയ സപ്തപൂർവേ ചത്വാര മനസ്തത മദ്ഭാവ മാനസ ജാത യേശാം ലോക ഇമാ പ്രജ എന്നാ പറയുന്നത്. അതായത് ശ്രേഷ്ഠരായിരിക്കുന്ന സപ്തർഷികളും അവർക്ക് 4 മഹർഷിമാരും മാനവ സമുദായത്തിന്റെ പൂർവികരായ മനുക്കളും എന്നിൽ നിന്ന് ഉദ്ഭവിച്ച എന്റെ മാനസപുത്രന്മാരാണ്. അതായത് നമ്മൾ മനുക്കളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ശ്രേഷ്ഠന്മാരായിരിക്കുന്ന സപ്തർഷികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇവരെല്ലാവരും എത്ര യോഗ്യരായിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇവരെല്ലാവരും ഭഗവാനിൽ നിന്ന് വന്നവരാണെന്നാ പറയുന്നത്. ഇവൻ ബ്രഹ്മദേവൻ കൂടി. ആരുമായിക്കോട്ടെ, ഇവരെല്ലാവരും വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ് എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? അപ്പം ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഒറ്റ കാര്യം ചിന്തിക്കുക, അദ്ദേഹമാണ് ആര്? എ കംപ്ലീറ്റ് മാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വേണമെങ്കിൽ എന്നല്ല, അതാണ് കറക്റ്റ്. ഒരു മിനിറ്റ്. അപ്പം ശ്രേഷ്ഠരായിരിക്കുന്ന എല്ലാ സപ്തർഷികളും വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഭഗവാനിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. മനുക്കളാവട്ടെ, ആരുമായിക്കോട്ടെ, ഇവരെല്ലാവരും ഭഗവാന്റെ മാനസപുത്രന്മാരാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. വിവിധ തരത്തിലുള്ള ഗ്രഹങ്ങളിൽ നിന്ന് ജീവജാലങ്ങളും എല്ലാവരും ഭഗവാന്റെ പിന്തുടർച്ചകരാണ്. അതായത് ഭഗവാനിൽ നിന്ന് വരാത്തതായിട്ട് ഈ ഭൂമിയിലോ ഒരു ബ്രഹ്മാണ്ടത്തിലോ ഒന്നും തന്നെ ഇല്ല. എല്ലാം ഭഗവാനിൽ നിന്ന് വന്നതാണെന്നാ പറയുന്നത്. വിശ്വനിവാസികളുടെ വംശപരമ്പരയെ, അതായത് വിശ്വം എന്ന് പറഞ്ഞാൽ ഈ ലോകം, ഈ ലോകത്തില് നമ്മൾ പറയും നമ്മുടെ അച്ഛൻ, അവരുടെ അച്ഛൻ, അവരുടെ അച്ഛൻ, അങ്ങനെ നമുക്കൊരു ആൻസിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു പൂർവികരുണ്ട്. അപ്പോ എല്ലാ തരത്തിലുള്ള പ്രഭു എല്ലാ തരത്തിലുള്ള വംശപരമ്പരയെയും ഭഗവാനിൽ സംക്ഷിപ്തമായിട്ട് വിവരിക്കുകയാണ് ഇവിടെ. എല്ലാം ഭഗവാനിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. എല്ലാം ഭഗവാനിൽ നിന്ന് വരാതെ ഒരു തരത്തിലും ഒരാളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവിടെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് മാത്രമല്ല ഭക്തിയുള്ളത്, എല്ലാവർക്കും ഭക്തിയുണ്ട്. എല്ലാവരും ഏത് ജീവജാലങ്ങളോട് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഭഗവാൻ കാണുന്നുണ്ട്. അല്ലാതെ ഞാൻ മാത്രം ജപിക്കുന്നു, ഞാൻ മാത്രം വായിക്കുന്നു, എനിക്ക് മാത്രം ഭക്തിയുണ്ട്, നിങ്ങൾക്കതില്ല, അങ്ങനെയുള്ള ഒരു സംസാരങ്ങളും നമ്മൾ ഒരു ജീവാത്മാക്കളോടും വേണ്ടെന്നാ പറയുന്നത്. ഹിരണ്യഗർഭൻ എന്നറിയപ്പെടുന്ന ബ്രഹ്മാവാണ് ഭഗവത് ശക്തിയുടെ ആദിമ സൃഷ്ടി. ഭഗവാന്റെ ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത് ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന ബ്രഹ്മാവാണ്. അത് ആലോചിച്ച് വെക്കണേ.
ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന ബ്രഹ്മദേവൻ. ഓക്കെ, അതാണ് ഭഗവാന്റെ ആദ്യത്തെ സൃഷ്ടി. ആ ബ്രഹ്മാവിൽ നിന്ന് സപ്തർഷികളും അവർക്ക് മുൻപ് സനകൻ, സനനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്നിങ്ങനെയുള്ള 4 മഹർഷിമാരും മനുക്കളും വന്നു എന്നാ പറയുന്നത്. ഓക്കെ, ആ ബ്രഹ്മാവിൽ നിന്ന് സപ്തർഷികൾ ഉണ്ടായിരുന്നു. അവർക്ക് മുമ്പേ വന്നിട്ട് സനകൻ വന്നു, സനനന്ദനൻ വന്നു, സനാതനൻ വന്നു, സനത്കുമാരൻ വന്നു. ഇത്രയും പേര് വന്നിട്ടുണ്ട്. അങ്ങനെ 4 മഹർഷിമാരും മനുക്കളും വന്നിട്ടുണ്ട്. ഈ 25 മഹർഷിമാര് ചേർന്നതാണ് ഈ ബ്രഹ്മാണ്ടത്തിലെ സർവ്വ ജീവജാലങ്ങളുടെയും പൂർവ്വപിതാക്കന്മാരെന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന 25 മഹർഷിമാരും ഇവരെല്ലാവരും ചേർന്നതാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാര്. നമ്മൾ പറയാറില്ല, നമ്മുടെ അച്ഛൻ്റെ 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 അച്ഛൻ എന്ന് പറയാറില്ലേ? അപ്പൊ പൂർവ്വപിതാക്കന്മാർ എന്ന് പറയുന്നത് ഈ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന ഈ ബ്രഹ്മാവിൽ നിന്ന് വന്ന സപ്തർഷികളും മനുക്കളും അവരുടെ കൂടെ ഉണ്ടായിരുന്ന അതുപോലെ സനകൻ, സനനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെന്ന് പറയുന്നത്. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഒരുപാട് ലോകങ്ങളും ഗ്രഹങ്ങളും ഉണ്ട്. ഓരോ ബ്രഹ്മാണ്ടം നോക്കിക്കഴിഞ്ഞാലും അവിടെയെല്ലാം എണ്ണിയാൽ തീരാത്ത അത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്. ഓരോ ഗ്രഹങ്ങളിലും വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. ഈ 25 കുലപതികളിൽ നിന്നിട്ടുണ്ടായതാണ് ഈ കാണുന്ന എല്ലാ ജീവജാലങ്ങളും. അനേക കോടി ബ്രഹ്മാണ്ട ജീവജാലങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന എല്ലാവരും തന്നെ ഈ പറയുന്ന ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. സൃഷ്ടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, അതായത് ഒരു കാര്യം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ സൃഷ്ടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാരുണ്യം കൊണ്ട് പഠിക്കുന്നതിന് മുമ്പായി ബ്രഹ്മാവ് 1000 ദേവവർഷങ്ങൾ തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട്. ബ്രഹ്മദേവന്റെ സമയം അറിയാലോ. അപ്പം 1000 ദേവവർഷങ്ങള് തപസ് ചെയ്തിട്ടുണ്ട്. സൃഷ്ടി വരുന്നതിനേക്കാൾ മുൻപേ എങ്ങനെയാണ് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നിലനിർത്തേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സൃഷ്ടി ചെയ്യുന്നതിന് മുമ്പേ ബ്രഹ്മദേവൻ ഭഗവാനെ 1000 ദേവവർഷം തപസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ മുൻപേ ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യണം? തപസ് ചെയ്യണം. അതായത് തപസ് എന്ന് പറഞ്ഞാൽ ഒരു ദിനചര്യ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്ത് ചെയ്യുന്നതിനേക്കാൾ മുമ്പേയും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ സ്മരണയോടുകൂടി സ്മരിച്ച് ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് വേണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ബ്രഹ്മദേവൻ പോലും സൃഷ്ടി നടത്തുന്നതിന് മുൻപ് ഭഗവാനെ 1000 ദേവവർഷം തപസ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വിളിക്കാം അമ്മേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അമ്മ വിളിക്കുമ്പോൾ ഞാൻ കുട്ടികളുടെ ക്ലാസ്സിലായിരുന്നു, അതുകൊണ്ട് എടുക്കാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1000 ദേവവർഷം ബ്രഹ്മദേവൻ തപസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അംശം പോലും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഹൃദയം കൊണ്ട് ഭഗവാനെ വിളിച്ചാൽ മതി. കാരണം നമ്മൾ കലിയുഗത്തിലാണുള്ളത്. പിന്നീടാണ് ഈ 1000 ദേവവർഷം തപസ് ചെയ്തതിന് ശേഷമാണ് സനക, സനനന്ദ, സനാതന, സനത്കുമാരൻ, അവർക്ക് ശേഷം രുദ്രൻ, പിന്നെ സപ്തർഷികൾ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇവരെല്ലാവരും ഉണ്ടായത് എന്താണ്? ഇതിൽ നിന്നാണ്. ഓക്കെ, ഷാജി പ്രഭു. അപ്പൊ അങ്ങനെ ഭഗവത് ഇച്ഛയിൽ നിന്ന് ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും എല്ലാവരും ഉണ്ടായി. ഇങ്ങനെ കുറെ എന്താ പറയാ തലമുറകള് വരികയാണ് ചെയ്തത്. ഇങ്ങനെ ഉണ്ടായ ഇതാണ് ബ്രഹ്മദേവൻ പിതാമഹൻ എന്നറിയപ്പെടാൻ കാരണം. കാരണം ഇതിന്റെ എല്ലാം മുമ്പേ ഉണ്ടായിരുന്ന ആരാണ്? ബ്രഹ്മദേവനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ പിതാമഹൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ പിതാമഹൻ എന്നും കൃഷ്ണനെ വിളിക്കുന്നത് എന്താണ്? കൃഷ്ണനെ ഒരു വേട് വിളിക്കും. ബ്രഹ്മദേവനെ നമ്മൾ പിതാമഹൻ എന്നും വിളിക്കും. കൃഷ്ണനെ നമ്മൾ പ്രപിതാമഹൻ എന്നും വിളിക്കും. മനസ്സിലായില്ലേ? കാരണം എന്താ? ബ്രഹ്മദേവനേക്കാൾ മുമ്പേ കൃഷ്ണനിൽ നിന്നാണ് ബ്രഹ്മദേവൻ ഉണ്ടാവുന്നത്. അപ്പൊ ബ്രഹ്മദേവനെ നമ്മൾ പിതാമഹൻ എന്നും വിളിക്കും, കൃഷ്ണനെ നമ്മൾ പ്രപിതാമഹൻ എന്നും വിളിക്കും. കാരണം ബ്രഹ്മദേവനേക്കാൾ മുമ്പെയാണ് കൃഷ്ണനിൽ നിന്നാണ് ഇവരെല്ലാവരും ഉണ്ടാവുന്നത്. മനസ്സിലായി? അപ്പൊ ഈ വേർഡ് മറന്നു പോവരുത്. ബ്രഹ്മദേവനെ വിളിക്കുന്നത് പിതാമഹൻ എന്നും കൃഷ്ണനെ വിളിക്കുന്നത് പ്രപിതാമഹൻ എന്നും വിളിക്കുന്നു. അതാണ് ഭഗവത്ഗീത 11ാം അധ്യായത്തിലും നമ്മൾ പഠിക്കുന്നത്. കാരണം എന്താ? എല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ബ്രഹ്മദേവനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ടുണ്ടായിരിക്കുന്ന ആദ്യത്തെ ബ്രഹ്മദേവനാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. ആ ഹിരണ്യഗർഭനിൽ നിന്നാണ് ഈ പറയുന്ന സനനന്ദനൻ, സനകൻ, സനാതനൻ, സനത്കുമാരൻ അങ്ങനെ 4 മഹർഷിമാരുണ്ടായത്. ഈ മഹർഷിമാരിൽ നിന്നാണ് മനുക്കൾ ഉണ്ടായത്. ഈ മനുക്കളിൽ നിന്നാണ് 25 മഹർഷിമാരുണ്ടാവുന്നത്. അങ്ങനെ ഈ ബ്രഹ്മാണ്ടത്തിലെ സർവ്വചരാചരങ്ങളായിരിക്കുന്ന പൂർവ്വ പിതാമഹന്മാരുണ്ടായിരിക്കുന്നത് ഈ വംശപരമ്പരയിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ബ്രഹ്മദേവനെ പിതാമഹൻ എന്നും പ്രപിതാമഹൻ എന്ന് കൃഷ്ണനെയും വിളിക്കുന്നു. ഓക്കെ, ഇത് 11ാം അധ്യായത്തില് പറയുന്നുണ്ട്. നമ്മുടെ അടുത്ത അധ്യായത്തിലേക്ക് വിശ്വരൂപത്തിൽ പോകുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി 7ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏതാം വിഭൂതി യോഗം ച മമ യോ വേത്തി തത്വതഃ സോ വികൽപേന യോഗേന യുച്യതേ നാത്ര സംശയ എന്ന് പറയുന്നു. അത് എന്താന്ന് ഓർത്തു കഴിഞ്ഞാല്, എന്റെ വിഭൂതികളും യോഗശക്തിയും എന്തെന്ന് ശരിയായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതായത് ഭഗവാനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാന്റെ യോഗശക്തി എന്താണ്, ഭഗവാൻ എന്താണ്, അദ്ദേഹത്തിന്റെ വിഭൂതികൾ എന്താണ്, മായ എന്താണ്, ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. എപ്പോഴും നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ആയിട്ടേ ഇരിക്കും. അപ്പൊ നമുക്ക് എന്ത് നടക്കാൻ പോകുമ്പോഴും നമുക്കൊരു ഉൾവിളി ഉണ്ടാവും, ഇന്ന കാര്യം എന്തോ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്കൊരു സ്വപ്നത്തിൽ കാണാൻ പറ്റും. എന്ത് നമുക്ക് ചുറ്റും സംഭവിക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും. അതായത് ഒരിക്കലും ഭഗവാന്റെ ഭക്തര് നശിക്കുന്നില്ല. എന്ത് സംഭവിക്കാൻ വരുന്നതിനേക്കാളും മുന്നേ ഭഗവാൻ അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇതാണ് ഭഗവാനും ഭക്തനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഈ ആത്മബന്ധം ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനെ മനസ്സിലാക്കുക. ഭഗവാന്റെ യോഗശക്തി എന്താണ്, എന്താണ് മായ, ഭഗവാന്റെ വിഭൂതി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ ഭഗവാന്റെ പാതയിലൂടെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അതായത് ആധ്യാത്മിക പരിപൂർണതയുടെ ഉച്ചകോടി, ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള കാര്യം ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. ഭഗവാൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനമായിരിക്കുന്ന അറിവാണ് നമുക്ക് എന്ത് വേണ്ടത്, ആധ്യാത്മിക പൂർണ്ണതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. പരമപ്രഭുവിന്റെ വ്യത്യസ്തമായിരിക്കുന്ന വിഭൂതികളെ തികച്ചും വിശ്വാസം ഉദിക്കാത്ത ഒരാൾക്ക്, ഇപ്പൊ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾക്ക് വലിയ വിശ്വാസം ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോ ഭഗവാനെ കുറിച്ച്, ഭഗവാനിൽ നമുക്കൊരു ആത്യന്തികമായിരിക്കുന്ന അടിയുറച്ച വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും സേവനത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. അതെല്ലാം ഒരു കാട്ടിക്കൂട്ടലുകളായിരിക്കും. മനസ്സിലായില്ലേ? തികച്ചും ഒരു കാട്ടിക്കൂട്ടലുകളായി മാറും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാത്ത ഒരാൾക്കാർ. ഇനി ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് എവിടെയും ഓടേണ്ട കാര്യമില്ല. ഒരു സ്ഥലത്ത് ഇരുന്നാൽ പോലും അവർക്ക് ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം വരും. ഈശ്വരൻ മഹാനാണെന്ന് നമുക്കെല്ലാം അറിയാം, അല്ലെ? ഈശ്വരൻ എന്ന് പറയുന്നത് പരമസത്യമാണെന്നും ഏറ്റവും ടോപ്പസ്റ്റ് ആണെന്നുള്ളതും നമുക്കറിയാം. പരമദിവ്യോത്തമ പുരുഷനാണെന്നും നമുക്കറിയാം. എങ്ങനെയുള്ളതാണ് ആ മഹത്വം എന്ന് നമ്മൾ വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയുള്ള ഒരു മഹത്വമാണ് ഈശ്വരൻ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ മഹത്വം എങ്ങനെയാണെന്ന് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക, ആത്മസമർപ്പണം സംഭവിക്കും. നമുക്ക് ദൈവം എന്താണ്, ഈശ്വരൻ എന്താണ്, കൃഷ്ണൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഭഗവാന്റെ തൃപാദങ്ങളിൽ ഒരു ആത്മസമർപ്പണം നമ്മളിൽ വരും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഭഗവാന്റെ സേവനത്തിലേക്ക് നമ്മൾ ഇടപെടും. ഭഗവാന്റെ ആ വിഭൂതികള് ശരിക്കും അറിയുന്ന ഒരാള് അദ്ദേഹത്തിന് ആത്മസമർപ്പണത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ, നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഗുണങ്ങളും തിന്മയും നന്മയും നമുക്ക് കിട്ടുന്നതും കിട്ടാത്തതും ഉള്ളതും ഇല്ലാത്തതും സന്തോഷവും ദുഃഖവും എല്ലാം അദ്ദേഹത്തിന്റെ തൃപാദങ്ങളിൽ നമ്മൾ സമർപ്പിക്കും. നമുക്കായിട്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒന്നും വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ വരില്ല. ഭഗവാൻ എന്തു തരുന്നോ അത് നമുക്ക് എന്ന മനോഭാവത്തിലേക്ക് നമ്മൾ വരും. അയാൾക്ക് മറ്റു വഴികളൊന്നും തന്നെ ഇല്ല. ഭഗവാന് ആത്മസമർപ്പണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മറ്റു തരത്തിലുള്ള ഒരു വഴികളും ഇല്ല, ഭഗവാൻ മാത്രം മതി. ശ്രീമദ് ഭാഗവതവും ഗീതയും ഒക്കെ ഇതാണ് നമ്മളെ നേരിട്ട് പഠിപ്പിക്കുന്നത്. ആത്മസമർപ്പണം, ഒരു ആധ്യാത്മിക ഉച്ചകോടിയിലേക്ക് നമ്മൾ എത്തുക, ഭഗവാന്റെ തൃപാദങ്ങളിൽ നമ്മൾ അഭയം പ്രാപിക്കുക, സർവവും ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുക. നമ്മുടെ എന്ത് സന്തോഷവും സങ്കടവും ദുഃഖവും ആയിക്കോട്ടെ അത് അദ്ദേഹത്തിന്റെ പാതയിൽ സമർപ്പിക്കുക. നമ്മൾ ഒരു സ്ഥലത്ത് വീണു പോകുമ്പോൾ ഉറപ്പായിട്ടും ഭഗവാന്റെ ഭക്തനാണ് അല്ലെങ്കിൽ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഭഗവാൻ ഏത് രീതിയിലും അവതരിക്കും, ആരിലൂടെയും ഭഗവാൻ പ്രവർത്തിക്കും. കാരണം അതിനുള്ളൊരു യോഗ്യത അല്ലെങ്കിൽ അത് ലഭിക്കാനുള്ള ഒരു യോഗ്യത ഭഗവാന്റെ ഭക്തനുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കും, അയ്യോ ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു തരും. പക്ഷേ ഭഗവാൻ നമുക്കൊരു പ്രത്യേകമായിരിക്കുന്ന സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. വിശ്വഭരണത്തെ, അതായത് ഈ ലോകത്തിന്റെ ഭരണത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ദേവന്മാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പാർലമെന്റിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ട്, അല്ലെ? ഓരോ മിനിസ്റ്റേഴ്സിനും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെ ഈ ബ്രഹ്മാണ്ടത്തില് ഈ വിശ്വത്തെ, ഈ ലോകത്തെ ഭരിക്കുന്ന അനേകം ദേവന്മാര് ഈ ഗ്രഹയൂഥങ്ങളിലുണ്ട്. ഇപ്പൊ സൂര്യദേവൻ, ചന്ദ്രദേവൻ, വ്യാഴം, ശനി, ശുക്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഗ്രഹങ്ങൾക്ക് ഓരോരോ ഈശ്വരന്മാരുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടി ഉണ്ട്. അവരിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്നത് ആരാണ്? ബ്രഹ്മദേവനും ശിവനും 4 മഹത്തായിരിക്കുന്ന മഹാന്മാരായ കുമാരന്മാരുമാണ്. ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് കൃഷ്ണൻ കഴിഞ്ഞാൽ നിൽക്കുന്നത് ബ്രഹ്മദേവൻ, മഹാദേവൻ, 4 മഹാന്മാരായിരിക്കുന്ന കുമാരന്മാര്, മറ്റു പ്രജാപതികള്,
വിശ്വജനതയ്ക്ക് ധാരാളം പൂർവികരുണ്ട് ഇല്ലേ? ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൂർവികരായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെല്ലാവരും തന്നെ പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണനിൽ നിന്ന് ജനിച്ചവരാണ്. പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണൻ എല്ലാവരുടെയും പൂർവികനാണ് അല്ലെ? എല്ലാവരുടെയും പൂർവികമായിരിക്കുന്ന ഏറ്റവും ഇതിൽ നിൽക്കുന്ന ആളാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ആദിമ പിതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൃഷ്ണനെ പറയാം. വേണമെങ്കിൽ എന്നല്ല, ഭഗവാൻ ആദിമ പിതാവ് തന്നെയാണ്. കാരണം ഭഗവാനിൽ നിന്നാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഇതാണ് ചില ഭഗവാന്റെ വിഭൂതികൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ദ്വിഭൂതികൾ, വി അല്ല, ദ്വിഭൂതികൾ. ഈ ഒരു ജ്ഞാനം നമ്മൾ തിരിച്ചറിയുക. ഭഗവാൻ ആരാണ്? ആദിമ പിതാവാണ്. അദ്ദേഹത്തിൽ നിന്നാണ് സർവവും വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ് ഭഗവാന്റെ ദ്വിഭൂതികൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ കൃഷ്ണനെ നമുക്ക് സംശയമില്ലാതെ മഹത്തായ വിശ്വാസത്തോടു കൂടി സ്വീകരിച്ച് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നമുക്ക് ലയിക്കാൻ സാധിക്കും. പ്രേമ ഭക്തിയുത സേവനത്തിൽ താല്പര്യം വളർത്തണം. നമ്മൾ ഭഗവാനോടുള്ള ഒരു പ്രേമമായിരിക്കുന്ന ഒരു വികാരം അത് നമുക്ക് ഉണ്ടാവണം. നമ്മൾക്കാണെങ്കിൽ ഭൗതികമായിട്ടുള്ള പ്രേമമാണുള്ളത് എല്ലാത്തിനോടും. വീട്, അത് ഇത്, അങ്ങനെ ഇങ്ങനെ, കാറ്, അത് ഇത്, അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളാണ് നമുക്ക്. ഇതിന്റെ എല്ലാം അപ്പുറത്തേക്ക് ഭഗവാൻ കൃഷ്ണനോട് നമുക്കൊരു പ്രേമമായിരിക്കുന്ന ഒരു പ്രേമം ഉണ്ടാവണം. കൃഷ്ണ പ്രേമം ജനിക്കണം. ആ പ്രേമത്തിലൂടെയാണ് നമുക്ക് ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ സാധിക്കുന്നത്. ഈ സവിശേഷമായിരിക്കുന്ന അറിവുകളെല്ലാം കൃഷ്ണന്റെ മഹത്വം മനസ്സിലാക്കുന്നതിൽ ആർക്കും ഉപേക്ഷ പാടില്ല. ഈ അറിവ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപേക്ഷയും നമ്മൾ വിചാരിക്കരുത്. മനസ്സിലായില്ലേ? അത് അറിയുന്നതിലൂടെ മാത്രമാണ് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഭക്തിയുത സേവനത്തിൽ അല്ലെങ്കിൽ ഭക്തിയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് കിട്ടും. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. ഭക്തിയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഭഗവാൻ എന്താണെന്നും പിതാമഹൻ ആരാണെന്നും പ്രപിതാമഹൻ ആരാണെന്നും എന്താണ് ഭഗവാന്റെ വിഭൂതികളെന്നും അദ്ദേഹത്തിന്റെ ശക്തി എന്താണെന്നും എല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് ഒരിക്കലും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലോ ഭക്തിയിലോ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി എട്ടാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിത എന്നാണ് പറയുന്നത്. അതായത് ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അതായത് ഭൗതികമായിരിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് വേൾഡും ആധ്യാത്മികമായിരിക്കുന്ന ആ ലോകത്തിന്റെ എല്ലാം ഉറവിടം, എല്ലാത്തിന്റെയും ബേസ്മെന്റ് ഞാൻ തന്നെയാണ്. എല്ലാം എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാര് എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും ആരാധിക്കുന്നത് എന്തിനാണ്? നമ്മുടെ വിനേട്ടാ സൗണ്ട് ഉണ്ടാക്കല്ലേ. അപ്പോ നമ്മളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നത്. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാനെ ആരാധിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ ആ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹമാണ് ടോപ്പസ്റ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഭഗവാനെ ആരാധിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ആദ്യം വന്നിട്ട് നമ്മുടെ കാരണവരാണ് അല്ലെങ്കിൽ നമ്മുടെ മുത്തുമുത്തച്ഛനാണ് എന്ന് പറഞ്ഞ് അവരുടെ അനുഗ്രഹം വാങ്ങും. അപ്പൊ അദ്ദേഹത്തിന് അത്രയും സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രപിതാമഹനായിരിക്കുന്ന കൃഷ്ണന് നമ്മൾ എത്ര വലിയ സ്ഥാനം കൊടുക്കണം ജീവിതത്തില്? നമ്മൾ അവരിൽ നിന്ന് എന്തെങ്കിലും, അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും നേടാനുള്ള ഒരു ആരാധനയായി മാറാൻ പാടില്ല. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം തന്നെ ഭഗവാനാണ്. എല്ലാത്തിന്റെയും തുടക്കം ഭഗവാനാണ്. എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് ഉള്ളഴിഞ്ഞ് നമ്മൾ ഭഗവാനെ ആരാധിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ ഭഗവാനോട് അടുക്കേണ്ടത്. വേദങ്ങൾ പഠിക്കുകയും കൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനെ പോലെയുള്ള, അതായത് അറിയാലോ നമുക്ക് ചൈതന്യ മഹാപ്രഭു ആരാണെന്ന്. ചൈതന്യ മഹാപ്രഭുവിനെ പോലെയുള്ള പ്രമാണികരിൽ നിന്ന് നമ്മൾ അറിവ് നേടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും സത്സംഗങ്ങൾ എടുക്കുന്നത് അല്ലെ? അപ്പം അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെയും ചൈതന്യ മഹാപ്രഭുവിനെ പോലെയുള്ള പ്രമാണികന്മാരുടെയും, അതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെയുള്ളവരിൽ നിന്നൊക്കെ അറിവ് നേടി ആ ഉപദേശങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾക്ക് ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ എല്ലാം തുടക്കം കൃഷ്ണനാണെന്ന് ബോധ്യപ്പെടും. അങ്ങനെ മനസ്സിലാക്കി ആ ഗുരുപരമ്പര വഴി വന്നു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും തുടക്കം ഭഗവാനാണ് എന്ന ഒരു ബോധ്യം നമുക്ക് വരും. ഇത് പൂർണ്ണമായി അറിയുന്നത് കൊണ്ട് അയാൾ എന്തു ചെയ്യും? ഭക്തിയുത സേവനത്തിൽ ഉറച്ചു നിൽക്കും. അതിൽ നിന്ന് ഒരിക്കലും അവര് പുറത്തു വരില്ല.
മൂഢന്മാർക്കോ അല്ലെങ്കിൽ അബദ്ധ ജലനിതങ്ങളായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾക്കോ ഒരു ഭക്തനെ വഴിപിഴപ്പിക്കാൻ സാധിക്കില്ല. ഇനി ആരെങ്കിലും പോയിട്ട് ഒരു ഭക്തനോട് പറയാണ്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഈ ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം കൃഷ്ണനെ ആരാധിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടി, എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും എത്ര ദുഃഖമാണ് നമ്മൾ അനുഭവിക്കുന്നത് എങ്കിൽ കൂടിയും നമുക്ക് കൃഷ്ണനിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. കാരണം എന്താണ്? ഭഗവാനാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റേർഡ് ആയി. നമ്മൾ ഭഗവാനിൽ നിന്നാണ് വന്നതെന്നും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വന്നതും ഭഗവാനിൽ നിന്നാണെന്നും നമ്മൾ ഈ അധിവസിക്കുന്ന ബ്രഹ്മാണ്ടം, ഈ ഭൂമി ഉണ്ടായിരുന്നത് ഭഗവാനിൽ നിന്നാണെന്നും എല്ലാം കൃത്യമായി നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് എന്താവില്ല, ഭഗവാനിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല. കൃഷ്ണനിൽ നിന്നാണ് ബ്രഹ്മദേവനും മഹാദേവനും മറ്റു ദേവന്മാരും എല്ലാം ഉത്ഭവിച്ചതെന്ന് വേദ സാഹിത്യങ്ങൾ ഉറപ്പു പറയുന്നുണ്ട്. അഥർവവേദത്തിൽ ഉൾപ്പെട്ട അഥർവവേദം അറിയാലോ, കേട്ടിട്ടുണ്ടല്ലോ. ആ അഥർവവേദത്തിൽ ഉണ്ടായ ഗോപാലതാ ഉപനിഷത്തില് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയണെന്ന് വെച്ചാല്, യോ ബ്രാഹ്മണം വിദഗ്ധാതി പൂർവം യോ വൈ വേദം ച ഗാഭയതി സ്മ കൃഷ്ണ. അതായത് ആദ്യമായിട്ട് ബ്രഹ്മാവിന് വേദജ്ഞാനം ഉപദേശിച്ചതും അതിനെ പിൽക്കാലത്ത് കുറെ കാലം കഴിഞ്ഞപ്പം അതിനെ പ്രചരണം നടത്തിയതും ഭഗവാൻ തന്നെയാണ്. വേദം ആദ്യമായിട്ട് ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്തതും ഭഗവാൻ തന്നെയാണ്. അതെന്താണ്? എല്ലാം തന്നെ എന്താണ് പിന്നീട് എല്ലാ ആളുകളിലേക്കും അത് പ്രചരണം നടത്തിയതും ഭഗവാൻ തന്നെയാണ്. അധപുരുഷോ ഹൈവേ നാരായണോ കാമയത പ്രജാ സൃജേയതി. അതായത് പിന്നെ പരമപുരുഷനായിരിക്കുന്ന നാരായണൻ എല്ലാ ജീവസത്തകളെയും സൃഷ്ടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഈ വേദങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഭഗവാൻ എന്ത് ചെയ്തു? ഇനി കൂടുതൽ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. എന്ന് എവിടെ പറയുന്നു എന്നറിയോ? നാരായണോപനിഷത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ ഉപനിഷത്തിലും അത് പറയുന്നുണ്ട്. അതേ ഉപനിഷത്തിൽ അത് തുടർന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നാരായണാത് ബ്രഹ്മാജായതേ നാരായണാത് പ്രജാപതി പ്രജായതേ നാരായണാദിദ്രോ ജായതേ നാരായണത്വഷ്ടവസവോ ജായതേ നാരായണാധോഗധരശ്രുതാ ജായതേ നാരായണദ്വാസാധ്യത എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നാരായണിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു. ക്ലിയർ? നാരായണനിൽ നിന്ന് ബ്രഹ്മദേവൻ ജനിച്ചു. ആ നാരായണനിൽ നിന്ന് പ്രജാപതികൾ ജനിച്ചു. ആ നാരായണനിൽ നിന്ന് ഇന്ദ്രൻ ജനിച്ചു. ആ നാരായണനിൽ നിന്ന് 8 വസുക്കൾ ജനിച്ചു. ആ നാരായണനിൽ നിന്ന് 11 രുദ്രന്മാർ ജനിച്ചു. ആ നാരായണനിൽ നിന്ന് 12 ആദിത്യന്മാർ ജനിച്ചു. ആ നാരായണൻ കൃഷ്ണന്റെ ഒരു രൂപവിസ്തരണമാണ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്ന ഈ നാരായണനിൽ നിന്നാണ് ബ്രഹ്മദേവനും ഇന്ദ്രനും അതുപോലെ പ്രജാപതികളും വസുക്കളും 11 രുദ്രന്മാരും 12 ആദിത്യന്മാരും എല്ലാം ജനിച്ചത്. ഈ നാരായണൻ കൃഷ്ണന്റെ ഒരു രൂപവിസ്തരണമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃഷ്ണനിൽ നിന്നാണ് നാരായണൻ വന്നത്. ഇവിടെ വേദിക് കോസ്മോളജി കണക്ട് ചെയ്യാം. കൃഷ്ണനിൽ നിന്ന് വന്ന 3 വിഷ്ണു രൂപങ്ങൾ. ഈ വിഷ്ണു രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാരായണൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വേദിക് കോസ്മോളജിയിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ കൃഷ്ണനിൽ നിന്ന് വന്ന 3 വിഷ്ണു രൂപങ്ങളെ, അതായത് കാരണോദകശായിയായ വിഷ്ണു, ഗർഭോദകശായിയായ വിഷ്ണു, ക്ഷീരോദകശായിയായ വിഷ്ണു, ഈ വിഷ്ണുവിനെയാണ് നമ്മൾ നാരായണൻ എന്ന് പറയുന്നത്. അതാ പറയുന്നത് നാരായണാത് ബ്രഹ്മജായതേ, നാരായണനിൽ നിന്ന് ബ്രഹ്മദേവൻ ജനിച്ചു. നാരായണാത് പ്രജാപതി, നാരായണനിൽ നിന്ന് പ്രജാപതി ജനിച്ചു. പ്രജായതേ നാരായണാദിന്ദ്രോ ജായതേ, ഇന്ദ്രൻ ജനിച്ചു. നാരായണത്വഷ്ടവസവോ, അതായത് വസുക്കൾ ജനിച്ചു. നാരായണാത് ദ്വേഷരുദ്ര, അതായത് അത്രയും രുദ്രന്മാര് ജനിച്ചു. അത് 11 രുദ്രന്മാര് ജനിച്ചിട്ടുണ്ട്. പിന്നെ നാരായണനിൽ നിന്ന് ആരാ വരുന്നത്? 12 ആദിത്യന്മാര് ജനിച്ചു. ഈ നാരായണൻ കൃഷ്ണന്റെ ഒരു വിസ്തരണമാണെന്നാ പറയുന്നത്. ക്ലിയർ? അപ്പോ ബ്രാഹ്മണോ ദേവകി പുത്ര എന്ന് നമ്മൾ വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ? അതായത് ദേവകിയുടെ പുത്രനായിരിക്കുന്ന കൃഷ്ണനാണ് പരമപുരുഷൻ. ദേവകിയുടെ മകനായിരിക്കുന്ന കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. നാരായണോപനിഷത്തിൽ പറയുന്നുണ്ട്, മഹോപനിഷത്തിലും പറയുന്നുണ്ട്. ഇങ്ങനെയാ പറയുന്നത്. എന്താ പറയുന്നത്? ഏകോൈവൈ നാരായണസീന ബ്രഹ്മാന ഈശേന നാഭോനാസ്കിത മൗനമേ ദ്വാവ്യാ പൃഥ്വീന നക്ഷത്രാണിന സൂര്യന എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ
പരമപുരുഷനായിരിക്കുന്ന നാരായണൻ സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് പരമപുരുഷനായിരിക്കുന്ന നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ല. സൃഷ്ടി തുടങ്ങുമ്പോൾ പരമപുരുഷനായിരിക്കുന്ന നാരായണൻ മാത്രമേ ഉള്ളൂ. അപ്പോ ബ്രഹ്മാവില്ല, ശിവനില്ല, അഗ്നിയില്ല, ചന്ദ്രനില്ല, ആകാശോ ഭൂമിയോ നക്ഷത്രങ്ങളോ സൂര്യനോ ഒന്നും തന്നെ ഇല്ല. സൃഷ്ടി തുടങ്ങുമ്പോൾ നാരായണൻ മാത്രമേ ഉള്ളൂ. നമ്മള് ബിഗ് ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് കിട്ടും. എല്ലാം ഒന്നിൽ ലയിച്ചിരുന്ന് അതിൽ നിന്നാണ് പിന്നെ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോ അന്ന് ഭഗവാന്റെ നെറ്റിയിൽ നിന്നാണ് ശിവൻ ജനിക്കുന്നത്. അതായത് ഭഗവാൻ നാരായണന്റെ നെറ്റിയിൽ നിന്ന് ആര് ജനിക്കുന്നു? ശിവൻ ജനിക്കുന്നു. ശിവന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ഭഗവാന്റെ നെറ്റിയിൽ നിന്നാണ്. അപ്പൊ ബ്രഹ്മശിവാദികളുടെ സൃഷ്ടാവായിരിക്കുന്ന ഭഗവാനെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, അല്ലെ? അപ്പൊ മഹാദേവൻ പോലും ജനിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അപ്പൊ ഈ ബ്രഹ്മദേവനെയും ശിവനെയും ഒക്കെ ജനിപ്പിച്ചിരിക്കുന്ന നാരായണനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്നാണ് വേദ സിദ്ധാന്തത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. മോക്ഷധർമ്മത്തിലെ കൃഷ്ണൻ എന്താ പറയുന്നത്? പ്രജാപതിം ച രുദ്രം ചാഭ്യഹമേവ സൃജാമി വൈ തൗഹീമാം ന വിജാനീതോ മമ മായാ വിമോഹിതൗ എന്ന് പറയുന്നുണ്ട്. എന്നായത് പ്രജാപതിയെയും രുദ്രനെയും മറ്റെല്ലാവരെയും സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. എന്റെ മായാശക്തിയിൽ മോഹിതരായാൽ ഞാനാണ് അവരുടെ സൃഷ്ടാവെന്ന് ആർക്കും അറിയില്ല. ഭഗവാന്റെ മായയിലാണ് നമ്മൾ പോയി പെടുന്നതെങ്കിൽ മായയും ഭഗവാനുണ്ട്, അന്തർശക്തിയായ ശ്രീമതി രാധാറാണിയും ഭഗവാനുണ്ട്. അപ്പൊ മായ വേണോ ഭഗവാന്റെ അന്തർശക്തി വേണോ എന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോ മായയിലാണ് നമ്മൾ ചെന്ന് പെടുന്നതെങ്കിൽ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല ഭഗവാനാണ് ഈ ബ്രഹ്മദേവനെയും മഹാദേവനെയും വസുക്കളെയും ഇവരെല്ലാം ജനിപ്പിച്ചത് ഭഗവാനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. വരാഹപുരാണത്തിൽ പറയുന്നുണ്ട്. എന്താ വരാഹപുരാണത്തിൽ പറയുന്നത്? നാരായണോ പരോ ദേവസ്ത മാജസ്ത മുഖ തസ്മാത് രുദ്രോ ഭഗവദ്ദേവ സർവജ്ഞാധാം ഗത എന്ന് പറയുന്നുണ്ട്. അതായത് നാരായണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹത്തിൽ നിന്ന് ബ്രഹ്മദേവനും ബ്രഹ്മാവിൽ നിന്ന് രുദ്രനും ജനിച്ചു എന്ന് വരാഹപുരാണത്തിൽ പറയുന്നുണ്ട്. കൃഷ്ണ ഭഗവാനാണ് എല്ലാ തലമുറകളുടെയും സ്റ്റാർട്ടിങ്. നമ്മുടെ ഏത് തലമുറ എടുത്താലും എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. എല്ലാത്തിന്റെയും കാരണഭൂതൻ എന്ന് പറയുന്നത് ഭഗവാനാണ്, കൃഷ്ണനാണെന്ന് നമുക്കിപ്പോ മനസ്സിലായി, അല്ലെ? എല്ലാം എന്നിൽ നിന്ന് ജനിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനമാണ് എന്ന് ഭഗവാൻ ഗീതയിൽ ഉറപ്പിച്ചു പറയുന്നു. ഇത് ഗീതയിൽ മാത്രമല്ല, നമ്മൾ പഠിച്ചിരിക്കുന്ന കേട്ടിരിക്കുന്ന എല്ലാ ഉപനിഷത്തിലും ഇപ്പൊ ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്, അല്ലെ? അതുകൊണ്ട് എല്ലാം എനിക്ക് അതീതമാണ്, എല്ലാം ഭഗവാൻ അതീതമാണ്, ഭഗവാനിൽ ഡെഡിക്കേറ്റഡ് ആണെല്ലാം, ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല, എനിക്ക് ഉപരിയായിട്ടും ആരുമില്ല. അതായത് ഭഗവാനേക്കാൾ മുകളിലും ആരുമില്ല, എല്ലാം ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു. കൃഷ്ണൻ ഒഴിച്ച് നമുക്ക് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു പരമമായിരിക്കുന്ന നിയന്താവും നമുക്കില്ല. കൃഷ്ണനാണ് ദ സുപ്രീം ലോർഡ്, പരമ ദിവ്യോത്തമ പുരുഷൻ, അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ എന്ന് പറയുന്നത് കൃഷ്ണനാണ്. വിശ്വാസ്യമായിരിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് വൈദിക സാഹിത്യങ്ങളിലൂടെ കൃഷ്ണനെ നമ്മൾ ഈ രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്റെ സർവശക്തിയും കൃഷ്ണാവബോധത്തിലേക്ക് വിനിയോഗിച്ചിട്ട് ഒരു യഥാർത്ഥ പണ്ഡിതനായി ആ വ്യക്തി മാറും. നമുക്ക് നല്ല ജ്ഞാനമുള്ള ഒരാളായി മാറണമെങ്കിൽ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് ഭഗവാന്റെ ഈ ശക്തി എന്താണ്, ഭഗവാൻ ആരാണ്, ഭഗവാനെ എത്രത്തോളം ഈ പറയുന്ന ജീവജാലങ്ങൾക്ക് മേലെ അധികാരമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ ഭക്തനോട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ കൃഷ്ണനെ ശരിയായി മനസ്സിലാക്കാത്ത വ്യക്തിയെ നമുക്കൊരു മൂഢൻ എന്ന് വിളിക്കാം. കൃഷ്ണനെ ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ ആ വ്യക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് നമുക്ക് പറയാം. മനസ്സിലായില്ലേ? ഒരു വിഡ്ഢി മാത്രമേ കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണൂ. അപ്പൊ ഭഗവാനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവരോട് വഴക്കിടാൻ പോവല്ല ചെയ്യേണ്ടത്. അവർക്ക് കൃഷ്ണൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അവരോട് വഴക്കിടാൻ പോകാതിരിക്കുക. ഇനിയും ജന്മങ്ങൾ എടുക്കേണ്ടി വരും അവര് കൃഷ്ണനെ മനസ്സിലാക്കാൻ. ഭഗവത്ഗീതയുടെ ആധികാരികളല്ലാത്ത ഭാഷ്യങ്ങളെയും വ്യാഖ്യാനങ്ങളെയും എല്ലാം കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്നവർ തള്ളിക്കളയണം. ഭഗവത്ഗീതയ്ക്ക് തന്നെ ഒരുപാട് എഴുതിയിട്ടുണ്ട് ഓരോരുത്തരും. അപ്പൊ ആ എഴുതുന്ന ആൾക്കാര് അവരുടേതായിരിക്കുന്ന ഊഹാപോഹങ്ങൾ വഴി പലതും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പിടിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ വഴിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ, കൃഷ്ണാവബോധത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം? അതെല്ലാം കൊണ്ടുപോയി ബാസ്ക്കറ്റിലിടണം. കൃഷ്ണാവബോധത്തിൽ നമ്മൾ മുഴുകി നിൽക്കണം. അപ്പോഴാണ് നമുക്ക് ഭഗവാൻ എന്താണ് എന്നുള്ള ഒരു പരമമായിരിക്കുന്ന സത്യം ഉൾക്കൊള്ളാൻ പറ്റൂ. ക്ലിയർ? ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഇന്ന് 2 ക്ലാസ് ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഉണ്ടായിരുന്നു, ഇപ്പം നമ്മുടെ ഉണ്ട്. അപ്പൊ 9ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പം മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം
കഥ എന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച എന്ന് പറയുന്നത്. അതായത് എന്റെ ശുദ്ധ ഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. നമ്മളിപ്പോ ഭഗവാന്റെ ഈ ശക്തികളെ എല്ലാം മനസ്സിലാക്കിയിട്ട് ഭഗവാൻ എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ചിന്ത, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് ഭഗവാനിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എന്റെ സേവനത്തിനായിട്ട് സമർപ്പിതമായിരിക്കും. അതായത് നമ്മളിപ്പോ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഭഗവാൻ പറയുന്നുണ്ട് കർമ്മം ചെയ്യാൻ പറയണം. അപ്പൊ നമ്മൾ എന്ത് ജോലി ചെയ്താലും ആ ചെയ്യുന്ന ജോലികളെല്ലാം ഭഗവാന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടേ ചെയ്യൂ. കർമ്മം എന്താ പറയാ, സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന മനോഭാവത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നത് എന്താണ്, അവരുടെ ജീവിതം തികച്ചും പൂർണ്ണമായിട്ടും എന്റെ സേവനത്തിനായിട്ടാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. എന്നെ കുറിച്ചുള്ള സംസാരങ്ങളിൽ പരസ്പരം ബോധവാന്മാരായി തീരുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. അതാണ് സത്സംഗം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കുറിച്ചാണ്. അങ്ങനെ ഭഗവാനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിരിക്കുന്ന ഒരു അവബോധം ലഭിക്കും, ഒരു ജ്ഞാനം ലഭിക്കും. ഇവിടെ വിവരിച്ചിട്ടുള്ള ആ ഒരു സ്വഭാവത്തോടു കൂടിയിരിക്കുന്ന ശുദ്ധ ഭക്തന്മാർ, നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശുദ്ധ ഭക്തന്മാര് ഇന്ദ്രിയാതീതമായിരിക്കുന്ന പ്രേമത്തോടു കൂടി ഭഗവത് സേവനത്തിൽ തികച്ചും വ്യാപൃതരായിരിക്കും. നമ്മൾ ഒരിക്കലും ഭഗവാന് സേവ ചെയ്യുന്ന സമയത്ത് ഞാൻ സേവ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഭക്ഷണമുണ്ട്, അല്ലെങ്കിൽ വെള്ളം കിട്ടും, താമസ സൗകര്യം ഉണ്ട്, ഇങ്ങനെയുള്ള ഇന്ദ്രിയ സുഖങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ സേവ ചെയ്യാൻ പോകരുത്. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ സേവ ചെയ്യും എന്ന മനോഭാവത്തിൽ പോവുക. ചില ആളുകൾ പറയാറുണ്ട്, അയ്യോ എനിക്കിപ്പോ അവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള എക്സ്ക്യൂസുകൾ ഒന്നുമില്ലാതെ നമ്മളെ തേടി വരുന്ന ഭഗവാന്റെ സേവനം എന്താണോ അത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് ചെയ്യാനാണ് പറയുന്നത്. അത് ഭഗവാനെ ശരിക്കും മനസ്സിലാക്കിയ വ്യക്തികൾക്ക് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് അവർ ഭഗവാന്റെ സേവ ചെയ്യും. അവരുടെ മനസ്സുകളെ ഭഗവാന്റെ ആ ഒരു ചരണകമലങ്ങളിൽ, അതായത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ, ലോട്ടസ് ഫീറ്റില് ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അവരുടെ ജീവിതം എപ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ അവർ സമർപ്പിച്ചിരിക്കും. അവരുടെ സംഭാഷണം എപ്പോഴും ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ചായിരിക്കും. അല്ലാതെ മറ്റൊരാൾ വിളിച്ചിട്ട് ഒരാളെ കുറ്റം പറയാൻ ശ്രമിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നവരാരായാലും അവരെ കുറിച്ച് ഒരാൾ കുറ്റം പറയാൻ വിളിക്കുമ്പോൾ നമ്മൾ അത് എന്റർടൈൻ ചെയ്യരുത്. കാരണം നമ്മൾ അത്ര കാലവും ജപിച്ച, അത്ര കാലവും നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ സേവനവും അവിടെ ഡംന്നും പറഞ്ഞ് താഴേക്ക് പോകും. ഒരിക്കലും ഒരാള് ഭഗവാന്റെ കാര്യം പറയുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ ഭഗവത് സേവനത്തിൽ ഉറച്ചു നിൽക്കുകയോ ചെയ്യുന്ന ഒരാളെ കുറിച്ച് മറ്റൊരാൾ എന്തെങ്കിലും പറയാൻ വന്നാൽ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളാൻ പറയാം. നമ്മൾക്കത് കേൾക്കാനും താല്പര്യമില്ല, എന്റർടൈൻ ചെയ്യാനും താല്പര്യമില്ല. അപ്പോ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ച് മാത്രമായിരിക്കണം. ശുദ്ധ ഭക്തരുടെ ലക്ഷണം എന്താന്നുള്ളത് ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കൃഷ്ണ ഭക്തന്മാര് ദിവസേന 24 മണിക്കൂറും ഭഗവാന്റെ ഗുണങ്ങളെ കുറിച്ച്, ഭഗവാന്റെ ലീലകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയിപ്പം പറയാൻ പറ്റിയില്ലെങ്കിൽ അവരതിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ജീവനും മനസ്സും എല്ലാം സദാ കൃഷ്ണനിൽ ഇങ്ങനെ മുഴുകിയിരിക്കും. അപ്പൊ മറ്റു ഭക്തന്മാരുമായിട്ട് ഭഗവാനെ പറ്റി ചർച്ച ചെയ്യുന്ന കാര്യത്തിലും അവർ ആനന്ദം കണ്ടെത്തുന്നു. ഭഗവാനെ കുറിച്ച് പറയാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം തന്നെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ, അവർ ശുദ്ധ ഭക്തന്മാരാണ്, കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഭക്തിയുത സേവനത്തിന്റെ ആദ്യ ഘട്ടത്തില് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ദിവ്യമായിരിക്കുന്ന ഒരു ആനന്ദമുണ്ട് അല്ലെ. നമ്മളിപ്പോ ഈ മഞ്ജരീസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പേ നമുക്കുണ്ടായിരുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, കമ്പാരിസൺ നടത്തുമ്പോൾ ഒരുപാട് ചേഞ്ചസ് നമുക്ക് വന്നിട്ടുണ്ട്. ഭഗവാനിലേക്ക് നമ്മൾ അടുക്കും തോറും നമ്മുടെ മനസ്സിനും ചിന്തയ്ക്കും ഒക്കെ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ആ പ്രഥമ ഘട്ടത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ദിവ്യമായിരിക്കുന്ന ഒരു ആനന്ദം അത് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. പരിപക്വാവസ്ഥയിൽ, അതായത് ആ ഒരു പക്വത നമുക്ക് വന്നു കഴിയുമ്പം അവര് ഭഗവാന്റെ പ്രേമത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഭഗവാന്റെ പ്രേമത്തിൽ സ്ഥിതി ചെയ്യാണ്. എന്ത് സംഭവിച്ചാലും നമുക്കൊന്നും കുഴപ്പമില്ല, ഭഗവാൻ നമ്മളെ നോക്കിക്കോളും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം, ഒരു ധൈര്യം നമുക്ക് വന്നു. ആ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്തിയാല് സ്വധാമമായിരിക്കുന്ന, അതായത് ഭഗവാന്റെ ധാമമായിരിക്കുന്ന, ഭഗവാന്റെ നിതാന്ത പൂർണ്ണമായിരിക്കുന്ന അനുഭവം നമുക്ക് അറിയാൻ സാധിക്കും. മനസ്സിലായില്ലേ? രേണു മഹേന്ദ്രൻ അടുത്ത ക്ലാസ്സിൽ കയറണം കേട്ടോ. ഇന്ന് പരീക്ഷിത് മഹാരാജാവിന്റെ ആ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ് മാതാജി എടുത്തു കൊടുത്തിരിക്കുന്നത്. അത് മോള് കേട്ട ക്ലാസ് ആണ്. അടുത്ത ക്ലാസ്സിൽ നിർബന്ധമായിട്ട് കയറണം കേട്ടോ. സൺഡേയിൽ കയറണം, മറക്കരുത്. കാരണം അവിടത്തേക്കാണ് നമ്മൾ എന്താ പറയുന്നത്, അടുത്ത ഭാഗവതത്തിൽ അടുത്ത സെക്ഷൻ പോകുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ ഭാഗവതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയോ നിങ്ങൾക്ക്? ഇന്നത്തെ ക്ലാസ്സിലെ കുട്ടികൾ ഇപ്പൊ ഭാഗവതത്തിന്റെ കുറച്ച് സ്റ്റാൻസ് അവർ പഠിച്ചു. രേണു അടുത്ത ക്ലാസ്സിൽ കയറൂട്ടാ. അപ്പോ ആധ്യാത്മിക ഭക്തിയുത സേവനത്തിനെ ജീവാത്മാവിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബീജാവബോധത്തോടാണ് നമ്മുടെ ചൈതന്യ മഹാപ്രഭു ഉപമിക്കുന്നത്. അതായത് ആധ്യാത്മിക സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ഹൃദയം ഒരു ബീജമാണ്, ഒരു കുഞ്ഞ് ഒരു വിത്ത് പോലെയാണ്.
അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വളർന്ന് നമുക്ക് ഭഗവാനെ കുറിച്ച് കുറേ മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനം ലഭിക്കണം. അപ്പൊ ഈ ലോകത്തിലെ ഗ്രഹയൂഥങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവസത്തകൾക്ക് എണ്ണമില്ല. അതായത് ഈ ലോകത്തിൽ നമ്മൾ വിചാരിക്കും ഈ ഭൂമിയിൽ മാത്രമേ കുറെ ജീവാത്മാക്കളുള്ളൂ. നമ്മൾ കണ്ണിൽ കണ്ടതും കാണാത്തതുമായ 84 ദശലക്ഷം ജീവിവർഗങ്ങൾ, അതൊരു നിസാര കണക്ക്. അതിനേക്കാൾ എത്രയോ ജീവിവർഗങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ അതേപോലെ പല പല ബ്രഹ്മാണ്ടങ്ങളിലും ഗ്രഹങ്ങളിലും ഒക്കെ ആയിട്ട് ഒരുപാട് ജീവസത്തകളുണ്ട്. അതിനൊന്നും എണ്ണാൻ പോലും നമുക്ക് സാധിക്കില്ല എന്നാ പറയണത്. അവരിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാർക്ക് ശുദ്ധഭക്തനെ കണ്ടുമുട്ടാൻ സാധിക്കൂ. എല്ലാവരും ശുദ്ധഭക്തരായിക്കോണമെന്നില്ല. അങ്ങനെ ഭക്തിയുത സേവനത്തെ കുറിച്ച് അറിയാനൊക്കെ ഒരു ഭാഗ്യം വേണം. വളരെ കുറച്ച് ആളുകളിൽ നിന്ന് തന്നെ നമുക്ക് ഭക്തിയുത സേവനം എന്താണെന്ന് അറിയാൻ സാധിക്കുള്ളൂ. ഒരു വിത്ത് പോലെയാണ് ഈ ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. ജീവസത്തയുടെ ഹൃദയത്തില്, അതായത് ഒരു ജീവാത്മാവിന്റെ ഹൃദയത്തില് ഭഗവാനോടുള്ള പ്രേമത്തിന്റെ ഒരു വിത്ത് വീണ് കഴിഞ്ഞാല് ആ ജീവാത്മാവ് എന്ത് ചെയ്യും? ഹരേ കൃഷ്ണ മന്ത്രോച്ചാരണം സ്റ്റാർട്ട് ചെയ്യും. ആ ജീവാത്മാവ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ തുടങ്ങും. അങ്ങനെ ജപിച്ച് ആ ഹൃദയത്തിൽ വീണ ആ വിത്ത് ഇങ്ങനെ മുളയ്ക്കാൻ തുടങ്ങി. ആ വിത്ത് നമ്മൾ എന്നും ഇങ്ങനെ ജപിച്ച് വരുമ്പോ വിത്തിന് വെള്ളമൊഴിച്ചാൽ എന്താ സംഭവിക്കുക? അത് വളരാൻ തുടങ്ങും. അതേപോലെ വളർന്ന് ഭക്തിയുത സേവനത്തിന്റെ ആധ്യാത്മികമായിരിക്കുന്ന ഒരു ചെടി അത് വളർന്ന് ഭൗതിക ലോകത്തിന്റെ തോട് തുളച്ചിട്ട്, അതായത് ഈ ഭൗതിക ലോകം ഒന്നുമല്ല, എനിക്ക് ഇവിടെ അല്ല ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ കാണുന്നതെല്ലാം തന്നെ നാളെ എനിക്ക് ഉപേക്ഷിച്ചു പോണ്ടതാണ് എന്ന ഒരു അറിവ് നമ്മളിലേക്ക് കയറി വന്ന് എന്താ പറയാ, പരമവ്യൂഹത്തിലെ ബ്രഹ്മജ്യോതിസോളം നമ്മൾ എത്തുന്ന പറയണത്. ഭഗവാന്റെ ആ ഒരു ബ്രഹ്മജ്യോതിസോളം നമ്മുടെ മനസ്സ് വളരും. അങ്ങനെ വളർന്നിട്ട് ആ പരമവ്യൂഹത്തിലും വളർന്ന് ഗോലോക വൃന്ദാവനത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകും. അത്രത്തോളം എത്തണമെങ്കിൽ നമ്മൾ അത്രത്തോളം ജപം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ആ ഗോലോക വൃന്ദാവനം എന്ന് പേരുള്ള കൃഷ്ണന്റെ സർവോത്കൃഷ്ടമായിരിക്കുന്ന ആ ലോകത്തിലേക്ക് നമ്മുടെ മനസ്സെത്തും. അപ്പോഴാണ് നമുക്ക് ഈ ലോകത്തിനോട് വിട പറയാനുള്ള ഒരു തോന്നൽ വരുന്നത്. അതിന്റെ അർത്ഥം ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ല. ഈ ലോകം നമ്മളെ ഒരുപാട് കാലം സംരക്ഷിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടുന്ന് പോകണം. ഇന്നലെയും നമ്മളെന്ന് പറയുന്ന ജീവാത്മാവ് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ വേറെ ഏതോ കുടുംബത്തിലാണ് ജനിച്ചത്. ആ കുടുംബം ഇന്നും നമ്മൾ മരിച്ചു പോയപ്പോ ആ തലമുറ നമ്മുടെ ഫോട്ടോ എവിടെയോ ഭിത്തിയിൽ തൂക്കി വെച്ചിട്ടുണ്ടാവും. ഇതെന്റെ മുതുമുത്തശ്ശിയാണെന്നും പറഞ്ഞിട്ട്. നമ്മൾ അറിയാതെ തന്നെ ആരോ എവിടെയോ നമ്മളെ ഓർക്കുന്നുണ്ട്. അവിടെ നമ്മൾ മരിച്ചു കഴിഞ്ഞു. നമ്മുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ വേറെ ഒരു ജന്മം എടുത്തു. ഈ ജന്മവും ഏകദേശം തീരാറായി. ഈ ജന്മത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ നമ്മൾ വീണ്ടും വരുമോ? ഇതൊന്നും വേണ്ട, എനിക്ക് ഭഗവാനിലേക്കാണ് എത്തേണ്ടത് എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. കുഴപ്പമില്ല മോളെ, നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. അവസാനം കൃഷ്ണന്റെ പാതാര വിന്ദങ്ങളെ ആശ്രയിച്ച് ജീവിച്ചാൽ മതി എന്നൊരു തോന്നൽ നമുക്ക് വരും. ഈ വിധത്തില് ഈ പറയുന്ന മനസ്സിന് ക്രമേണ നമുക്ക് എന്താ ഉണ്ടാവുക? ജപം കൊണ്ട് ആ ചെടിക്ക് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നത് പോലെ ഭക്തിയുത സേവനമാകുന്ന ആ ഒരു ഇഷ്ടം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ശ്രവണ കീർത്തനങ്ങളോടുള്ള ജലസേചനം തുടർന്നു പോരും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രവണ കീർത്തനത്തിനോടൊരു ആഗ്രഹം വരും. എനിക്ക് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കണം, എനിക്ക് ഭഗവാനെ കുറിച്ച് അറിയണം, ക്ലാസ് ഒന്നും മിസ് ചെയ്യാൻ പാടില്ല, നമസ്കാരം, ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന ഒരു ചിന്ത നമ്മളിലേക്ക് വരും. ഇത് ചൈതന്യ ചരിതാമൃതത്തില് വിവരിച്ചിട്ടുണ്ട്. മധ്യലീലയില് അധ്യായം 19 ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ഭക്തിയുത സേവനമാകുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ പരമമായിരിക്കുന്ന ഭഗവത് പ്രേമത്തിലേക്ക് ലയിച്ചു പോകും നമ്മൾ അറിയാതെ. അപ്പോ ഈ ഒരു മീനിനെ കൊണ്ടുപോയി നമ്മൾ ഒരു പോട്ടിലിട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ അതേപോലെ നമുക്ക് ഭഗവാൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു മനസ്ഥിതിയിലേക്ക് നമ്മൾ വരും. ഇങ്ങനെ ഭക്തന് പരമപ്രഭുവുമായിട്ടുള്ള, അതായത് ഭഗവാനുമായിട്ടുള്ള ഒരു ആധ്യാത്മിക ബന്ധത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേരും. ഭാഗവതം മുഴുവനും ഭഗവാനും ഭക്തരും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവരണങ്ങളാണ് അല്ലെ? ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ഭക്തന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതം വിട്ടിട്ട് ഒരു കളി കളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഭാഗവതം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ ഭാഗവതത്തിൽ തന്നെ എന്താ പറയുന്നതെന്ന് അറിയാമോ? പുരാണമമലം യഥൈഷ്ണവാനാം പ്രിയം എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഭൗതിക കർമ്മങ്ങളെ കുറിച്ചോ സാമ്പത്തിക ഉന്നതിയെ കുറിച്ചോ ഇന്ദ്രിയ സുഖഭോഗങ്ങളെ കുറിച്ചോ മുക്തിയെ പറ്റി തന്നെയോ ധർമ്മമർത്ഥം കാമം മോക്ഷം അല്ലെ? ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ചോ അല്ല പറയുന്നത്. പിന്നെയോ ഭഗവാന്റെയും ഭക്തരുടെയും എന്താ പറയാ, താങ്ക് യു ചെയ്യാമ്മ,
ഭഗവാന്റെയും ഭക്തരുടെ, എന്റെ പേര് മഞ്ജു എന്നല്ല കേട്ടോ, അമ്പിളി എന്നാണ്. മഞ്ജരീസ് എന്നുള്ളത് നമ്മുടെ ട്രസ്റ്റിന്റെ പേരാണ്. കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വിളിച്ചാലും ഞാൻ കേൾക്കും. കാരണം നിങ്ങളൊക്കെ പരിശുദ്ധമായ ഭക്തരാണ്. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ വരുന്നത്. കാരണം നിങ്ങൾക്കത് കേൾക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു ഇഷ്ടം, ആ ഭഗവത് പ്രേമം ഹൃദയത്തിൽ ഭഗവാൻ ഇട്ട് തന്നു. ആ വിത്ത് ഇങ്ങനെ മുളപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് നല്ല ശുദ്ധഭക്തരായതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുന്നത്. അല്ലെ നിങ്ങൾ എന്നും ക്ലാസ് കേൾക്കാൻ വരൂ? ഇല്ലല്ലോ. അപ്പൊ വലിയ ഭക്തരാണ് നിങ്ങൾ. ഭഗവാൻ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഭക്ത ഹൃദയത്തിലാന്നാ പറയാ. അപ്പൊ ആ ഭഗവാൻ സ്ഥിതി ചെയ്യുന്ന ഭക്തരുടെ ഹൃദയമാണ് നിങ്ങൾക്കുള്ളത്, അല്ലെ? ആ നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട്. അപ്പൊ ആ തൃപ്പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കണ്ടേ? അപ്പൊ നിങ്ങൾ എന്നെ അമ്പിളിന്നോ മഞ്ജുന്നോ മഞ്ജരീന്നോ എങ്ങനെ വിളിച്ചാലും ഞാനത് കേൾക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പേരാണ് മഞ്ജരി. പൂവുണ്ട്, ചൂടില്ല. രാവിലെ ചൂടാ. പൂ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഞാൻ കുട്ടിയൊക്കെ ക്ലാസ് എടുക്കാൻ ഇരുന്നപ്പം പിന്നെ അങ്ങനെ ക്ലാസ് എടുത്തു പോയി. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ഇരുന്ന് ക്ലാസ് എടുക്കാൻ ഓർത്തു. ഇനിയിപ്പൊ നാളെ വെക്കാന്ന് ഓർത്ത് പോവും. അപ്പം എന്തായി? അപ്പൊ ഭഗവാന്റെയും ഭക്തരുടെയും ആ ഒരു ആധ്യാത്മിക സ്വഭാവത്തെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ബന്ധത്തെ കുറിച്ച് പറയുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് എന്ത്? ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണാവബോധത്തില് ഭഗവാന്റെ സാക്ഷാത്കാരം നേടിയവര് ആ ഒരു ഉത്കൃഷ്ട ഗ്രന്ഥത്തിന്റെ ശ്രവണത്തിൽ ആനന്ദം കൊള്ളുന്നു എന്നാ പറയുന്നത്. ആ ഒരു ശ്രീമദ് ഭാഗവതത്തിന്റെ കാര്യം കേൾക്കുമ്പോൾ അങ്ങോട്ട് ആനന്ദ തരളിതമാവും നമ്മുടെ മനസ്സ്, അല്ലെ? ശ്രവണത്തിൽ ആനന്ദം കൊള്ളുന്നു, ഭഗവാന്റെ കാര്യം കേൾക്കുന്നതിൽ സന്തോഷിക്കുന്നു. യുവമിഥുനങ്ങൾക്ക് അന്യോന്യ സമ്പർക്കത്തിൽ അനുഭൂതമാകുന്നത് പോലെ. അപ്പൊ ഈ യങ്സ്റ്റേഴ്സിനെ നോക്കിയാൽ അവരെപ്പോഴും ഇങ്ങനെ പ്രണയിച്ച് നടക്കാൻ ഇഷ്ടപ്പെടും, അല്ലെ? ആ പ്രണയത്തിനേക്കാൾ വലിയ സ്ഥിതിയിലാണ് ഭാഗവതം കേൾക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോ 9ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇന്ന് 2 ക്ലാസ് എടുത്തു. ഒരു ഇച്ചിരി ടയർഡാണ്, ഇഷ്കണു. അപ്പൊ ഞാൻ നാളെ രാവിലെ ബാക്കി ക്ലാസ് എടുക്കാം. ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് രാവിലെ എടുക്കാൻ പറ്റിയില്ല. 1-2 എൻഗേജ്മെന്റിലായിപ്പോയി. പിന്നെ ഇങ്ങനെ 11 മണിക്ക് എടുക്കാന്ന് ഓർത്ത് അതും പറ്റിയില്ല. 2 മണിക്ക് എടുക്കാന്ന് ഓർത്തപ്പോഴത്തേക്ക് അതും സാധിച്ചില്ല. എല്ലാം കഴിഞ്ഞു. അപ്പൊ നാളെ രാവിലെ എടുത്തരാം. ബാക്കി ഒരു 8:30 മണിയാകുമ്പോൾ എടുത്തരാം കേട്ടോ. അപ്പൊ രാവിലെ 8:30 ക്ലാസ് ഉണ്ട്. എല്ലാവരും വരിക. നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാം, ഭഗവാനെ കുറിച്ച് പറയാം. കിട്ടുന്ന ഒരു 1/4 മണിക്കൂർ, അല്ലെ? ഭഗവാനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ കുറച്ചെങ്കിലും കേൾക്കാൻ പറ്റിയ ഒരു സന്തോഷമല്ലേ? അപ്പൊ രാവിലെ 8:30 എടുത്തരാം കേട്ടോ ബാക്കി ക്ലാസ്. ഇത് നമ്മുടെ ഗീത ഏകദേശം കഴിയാറായിട്ടുണ്ട്. 10ാം അധ്യായം എത്തിയല്ലോ. അപ്പൊ ഇനിയിപ്പം നമുക്ക് കുറച്ചും കൂടിയല്ലേ ഉള്ളൂ ഗീത, കുറച്ച് അധ്യായം. ഇതിങ്ങനെ ഞാൻ എവിടെയെങ്കിലും എപ്പോൾ നമുക്ക് 4-5 ദിവസമൊക്കെ ഇപ്പൊ ക്ലാസ് മിസ്സാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോ രാവിലെയും വൈകിട്ടൊക്കെ എടുത്ത് വിടുന്നത്. അങ്ങനെ എടുത്തു വരുമ്പോൾ നിങ്ങൾക്കും കേൾക്കാൻ പെട്ടെന്ന് എളുപ്പത്തിൽ കേട്ട് തീരുമല്ലോ. അപ്പൊ നമുക്ക് ഗീത കഴിയുമ്പം ശ്രീമദ് ഭാഗവതം എടുത്തരാം. ഭാഗവതം എങ്ങനെയായാലും ഒരു 5-6-7 വർഷം പോവും ഭാഗവതം. കാരണം എന്താ അറിയോ, 18 വോളിയൂംസ് ഉണ്ട് ഇസ്കോണിന്റെ ഭാഗവതം. എനിക്ക് ക്ലാസ് എടുക്കുമ്പം എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ലൈൻ പോലും വിട്ടു പോകരുത്. അതാണ് എനിക്ക് തീർച്ചയായിട്ടും ചെയ്യാമ. എനിക്ക് ഒരു എന്താ പറയാ, ഒരു ലൈൻ പോലും വിട്ടു പോകാതെ പറഞ്ഞു തരണം എന്നുള്ളതാണ് എനിക്കിഷ്ടം. പൊതുവേ എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം അങ്ങനെ ആരും ക്ലാസ് എടുക്കാറില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ആശാമ്മ, പോകും. അപ്പൊ എന്താ പറയാ, അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കി വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു തരിക ചെയ്യുക. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ലൈൻ പോലും വിട്ടു പോകാതെ എടുത്തു തരണം. നമ്മൾ എടുക്കുന്ന കാര്യത്തിൽ ഒരു വൃത്തി ഉണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് ഡിലേ ആയിട്ട് പോകുന്നത്. നമുക്ക് ആരോടും മത്സരം ഇല്ല, നമുക്ക് എടുത്തു പോവാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഗീത കഴിഞ്ഞാൽ ഇനിയിപ്പം എടുക്കാൻ പോണത് ശ്രീമദ് ഭാഗവതമാണ്. ഏകദേശം മഹാഭാരതം കഥകളെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് മഹാഭാരതം ഒന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. അതും നമുക്ക് ഇടയ്ക്ക് ഒന്ന് എടുത്തു തീർക്കാം. വളരെ കുറച്ചേ ഉള്ളൂ. മഹാഭാരതം യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ, നമ്മൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ. പിന്നെ കുറച്ചേ ഉള്ളൂ, അത് നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, അമ്മ റെസ്റ്റ് എടുക്കൂ സുധാമ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നാളെ കാണാം. നാളെ രാവിലെ 8:30 കാണാം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യണം കേട്ടോ. കുഴപ്പമില്ല പ്രസന്നമ്മ, അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ട കാര്യം എനിക്കറിയാം. നമ്മുടെ പേജിലുണ്ടാവും ക്ലാസ്, മാക്സിമം കാണുക. ഇപ്പൊ ഫേസ്ബുക്കിനൊരു കുഴപ്പമുണ്ട്. പഴയ എല്ലാ വീഡിയോസും അവരെന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. അതിന് പകരം നമ്മൾ യൂട്യൂബിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്. അപ്പൊ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഭഗവാന്റെ ആ ഒരു കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവത് പ്രേമം ഉണ്ടാവട്ടെ. ഭഗവാനോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. നാളെ കാണാം കേട്ടോ. നാളെ രാവിലെ സാധിക്കുന്നവർ 8:30 വരും. അല്ലാത്തവര് പിന്നീട് പേജിൽ കണ്ടാൽ മതി.